ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുക്കിങ്ങൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളിതാ നല്ല വെളുത്ത സുന്ദരികളാവാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ടാക്കി കുളിച്ചോളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വേറെ ഒന്നുമല്ല, നാൽപ്പാമരാതി കേര തൈലുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ സോപ്പ് ബേസ് ഇവിടെ നാളെ തന്നെ കൊണ്ടുവന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കറ്റാർവാഴ അതുപോലെ നമ്മൾ മഞ്ഞൾ തേങ്ങാപ്പാൽ സോപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ കണ്ടില്ലേ, ഇതാണ് സംഭവം, നാൽപ്പാമരാതി കേര തൈല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയാൽ അതിപ്പോൾ തേക്കാനൊരു മടിയാട്ടോ. ഈ ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ തൈലം തേക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ. ചൂട് കാലത്ത് അത് ഭയങ്കര ചൂടും വിയർക്കൊക്കെ ആകുമ്പോൾ തേക്കാനൊരു മടിയാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അതിനുള്ളൊരു സ്മെല്ലിനുള്ള ഫ്രാഗ്രൻസ് ഓയിലും ഉണ്ട്, പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് നാൽപ്പാമരാതിൻ്റെ സോപ്പ് അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ചൂടായിക്കണം. ഇനി നമുക്ക് നമ്മളെ സോപ്പ് ബേസ് അതിലിട്ടേക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ എഴുതിയിട്ട് വെള്ളത്തിൽ വെച്ചാൽ കേട്ടോ. ഇതിപ്പോൾ നമ്മളെ 250 ഗ്രാം കേട്ടോ സോപ്പ് ബേസ്. ഞാൻ നാളെ അതുപോലെ പകുതി 2 ഭാഗം ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരു പാക്കിൽ 500 ഗ്രാം ആട്ടത്. അപ്പോൾ 250 വെച്ചിട്ട് അങ്ങനെ എടുക്കും. പിന്നെ നമ്മൾ ഈ സോപ്പ് ബേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പത ഉണ്ടാവുന്നത് കേട്ടോ. എനിക്കത് മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഇളക്കുമ്പോഴാണ് ഒരുപാട് പത ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂടായി അങ്ങനെ അലിഞ്ഞ് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ അധികം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ല, ഞാൻ അധികം ഇളക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പത അധികം ഇല്ലാത്തത് കേട്ടോ. പക്ഷെ നല്ല സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, അധികം അലിഞ്ഞു പോകുന്നതൊന്നും അല്ലട്ടത്. ചില ബേസ് ക്വാളിറ്റി ഇല്ലാത്ത ബേസൊക്കെ ആകുമ്പോൾ അത് നമ്മൾ വേഗം അലിഞ്ഞിങ്ങനെ ആകെ ലാസ്റ്റ് സോപ്പ് തേഞ്ഞ് വരുന്ന സമയത്തൊക്കെ അങ്ങനെ വേഗം പെട്ടെന്ന് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ല ബേസ് തന്നെയാണ് ഇത്. നല്ല സോപ്പൊക്കെ നല്ല കല്ല് പോലെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സോപ്പ് ബേസൊക്കെ വാങ്ങുമ്പോൾ അതുപോലത്തെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാവും നല്ലത്. അങ്ങനെ ഇതാ നമ്മൾ ബേസ് അതിലേക്ക് ഞാൻ 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളതാ നാൽപ്പാമരാതി കേര തൈലം കൂടി ഒരു 3 സ്പൂണ് 4 സ്പൂണ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയും വേണ്ടത് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ നാൽപ്പാമരാതി പറഞ്ഞാൽ 4 മരം പാതി, അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു മരങ്ങളുണ്ടല്ലോ, അത്തി, പേരാൽ, പിന്നെ ആല്, പിന്നെ ഇത്തി, അങ്ങനെ എന്തൊക്കെയൊരു 4 മരങ്ങളുടെ സംഭവമായിട്ട് അതിലുള്ളത്, ഈ തൈലത്തിലുള്ളത്. അത്തി, ഇത്തി, പേരാൽ, അരയാലോ അങ്ങനെ എന്താണ്. പിന്നെ അപ്പോൾ അത് ആ സംഭവം കൊണ്ടുള്ളൊരു എണ്ണയാണ് നമ്മളെ ഈ നാൽപ്പാമരാതി എണ്ണ കേട്ടോ. അത് നല്ല നമ്മളെ ഈ കറുത്ത പാടുകൾ, ഈ മുഖക്കുരൊക്കെ വന്നിട്ട് അത് പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു കറുത്ത പാടാവുമല്ലോ, കുട്ടികൾക്കൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, കുട്ടികൾക്കല്ല മുതിർന്ന ഒരു കുട്ടികൾക്ക് മുഖക്കുരു ആ പാട് മായും. അതുപോലെ സ്കിന്നിനൊക്കെ നല്ല കളറൊക്കെ കിട്ടാൻ പറ്റിയൊരു എണ്ണയാണ് കേട്ടോ, ഈ തൈലാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ സ്മെല്ലിനായിട്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ, ടെർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ കേട്ടത്, അത് ഞാനൊരു 10 തുള്ളി ഒറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. സോപ്പാകുമ്പോൾ കുറച്ച് മണമൊക്കെ വേണ്ടേ, അപ്പോൾ നല്ല മണമാണ് കേട്ടോ. അത് 2-3 ഒറ്റിച്ചുമ്പോൾ തന്നെ നല്ല മണമുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 10 തുള്ളി ഒറ്റിച്ച് കൊടുക്കണം. പിന്നെ നമ്മളെ തൈലവും നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെയും കൂടെ ഒക്കെ നല്ല സ്മെല്ല്, എങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് കേട്ടോ. അപ്പോൾ നമ്മൾ മോൾഡ് ഇതാണ് കേട്ടോ. ഇത് നോക്കി ഇതുപോലെ ഞാൻ ബൾബ് വാങ്ങിയൊരു കൂടാണ് ഇട്ടത്. അപ്പോൾ അത് ഇങ്ങനെ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ എനിക്കിങ്ങനെ ചതുരത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഉറച്ച് കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ പീസാക്കി ഇങ്ങനെ എടുക്കാം. പിന്നെ മറ്റേത് എൻ്റെ അടുത്ത് ഇതുണ്ട്, മോൾഡ് ഉണ്ട് കേട്ടോ, അതിൽ ഞാൻ ഒഴിച്ച് കൊടുക്കാതെ ഇതിൽ. അപ്പോൾ അതാ സെറ്റ് ആയിക്കണം കേട്ടോ അത് ഒഴിച്ചെടുത്തത്. ഇനി നമുക്കത് നല്ല പറിച്ചെടുക്കാം കേട്ടോ. ഞാനതിൻ്റെ സൈഡിലെ ഒട്ടകളൊക്കെ നല്ലോണം ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് എന്തിനാ വെച്ചാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരില്ല, ആ ഗ്യാപ്പ് കൂടെ ഒക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല കുറേ ഒട്ടിച്ചിരിക്കണം കേട്ടോ. ഒരു 5 രൂപേൻ്റെ ഇൻസുലേഷൻ ടേപ്പ് വാങ്ങിയിട്ട് പകുതി മുക്കാൽ അതിന് ചുറ്റി കൊടുത്തിക്കണം. നമുക്ക് അത് വിഷയമല്ല, നമുക്ക് നമ്മളെ സോപ്പൊന്ന് ഉഷാറായി കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. പറിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പം കടലാസൊക്കെ ഒന്ന് പറിച്ച് എടുത്ത് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ.
അങ്ങനെ അതാ നമ്മളെ അടിപൊളി നാൽപ്പാമരാതി സോപ്പ് ഉണ്ട് റെഡി ആയിട്ടോ. അപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ, ആ തൈലത്തിൻ്റെ മണവും പിന്നെ നമ്മൾ മണത്തിനായിട്ട് ഉപയോഗിച്ച ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ മണം എല്ലാം കൂടി ആയപ്പോൾ നല്ല അടിപൊളിയിട്ടോ. അപ്പോൾ ഞാൻ എത്ര എണ്ണം ഉണ്ടാവുമെന്ന് എന്നിട്ടൊരു 5 സോപ്പാക്കിയിട്ട് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ വിചാരിച്ചാലും കുറച്ച് ചെറിയ വീതി ഇത് കിട്ടിയില്ല കേട്ടോ, ചെറിയതായി. ബേസിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് അളവൊക്കെ ഇടും. ഇതിപ്പോൾ അത് ഫുള്ളാക്കണമെങ്കിൽ ചിലപ്പോൾ 500 ഫുള്ള് എടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതാ അത് സെറ്റായി, നല്ല ലിവ കഷ്ണം പോലെ ഉണ്ട് കേട്ടോ, അത് കഴിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. നമുക്കതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പീസാക്കി എടുത്താൽ. ഇത് സംഭവം എന്താ പറയുക, ഞങ്ങൾ എപ്പോഴും വാങ്ങണ ഒരു സോപ്പാട്ടോ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് ഞങ്ങൾ മഞ്ഞളുടെ ഒരു സോപ്പ് എപ്പോഴും അത് തന്നെ കേട്ടോ. അപ്പോൾ അധികം വാങ്ങൽ. പിന്നെ നമ്മൾ ഈ ക്യൂട്ടി ബ്യൂട്ടി ആ സോപ്പുകളൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര മുടി കൊഴിച്ചിൽ അതൊക്കെ. ഇത് നല്ല സോപ്പാണ് കേട്ടോ, ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യയിലുള്ള സോപ്പാണ്. പിന്നെ 40 രൂപ 45 എത്രയാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ ആ കൂടൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അത് കുറേ ഉണ്ട് കേട്ടോ, ആ കൂട് ഞാൻ കളയാതെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരുന്നത് ഇങ്ങനെ സ്വരൂപിച്ച് ഇങ്ങനെ എടുത്തേക്കും കേട്ടോ, കളയാതെ. അപ്പോൾ അതിലൊരു 4 എണ്ണം എടുത്തിട്ട് നമുക്ക് അതിലിട്ട് വെച്ചാൽ നമ്മളെ സോപ്പ് ഇങ്ങനെ നീര് ഒരു ആവി പോലത്തെ ഒരു ഇങ്ങനെ പൊന്തുമല്ലോ, സോപ്പ് ഇങ്ങനെ തുറന്നിടുമ്പോൾ മേലെ ഇങ്ങനെ വിയർപ്പ് പോലെ കാണില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ആ കൂട്ടിൽ ഇട്ടേക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് 5 സോപ്പ് എടുത്തു. അപ്പോൾ നല്ല മണം കേട്ടോ, മുറിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ അതാ സെറ്റാക്കിയിട്ട് ഞാൻ ഇനി അത് എടുത്തേക്കും. അപ്പോൾ ഇത് ഓരോന്നും കഴിയുമ്പോൾ ഓരോന്നും അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കൂടുതൽ ഒക്കെ ആക്കി ചൊറുക്കാക്കി വെച്ചേക്കണം കേട്ടോ. അതിന് മക്കളെ പറ്റിക്കുകയും ചെയ്യാം. അത് ഞാൻ ഉണ്ടാക്കിയല്ല വാങ്ങിയതാണ്, തേച്ചോളി എന്ന് പറഞ്ഞിട്ടൊക്കെ പറ്റിക്കുകയും ചെയ്യാമല്ലോ എഴുതിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്ബും സപ്പോർട്ടൊക്കെ ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഓക്കെ, ബൈ.